റമദാൻ മാസം തുടങ്ങുമ്പോൾ ആകാശത്തിൻ്റെ വാതിലുകളെല്ലാം തുറന്നിടുന്നു. സ്വർഗത്തിൻ്റെ റിയാൻ കവാടമടക്കം 8 വാതിലും തുറക്കപ്പെടുന്നു. ഭൂമിയിൽ നിന്നുള്ള നന്മകളെയും മനുഷ്യരെയും സ്വീകരിക്കാനാണ് അവ തുറന്നിടുന്നത്. മനുഷ്യരാശിയെ മുഴുവനും വിഭാഗീയതയില്ലാതെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് കൊടിയ പാപം ചെയ്തവർക്ക് പോലും അത് റമദാനിൽ പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു വാഗ്ദത്തം ചെയ്തത്. അവരെ സ്വർഗീയാരാമത്തിലേക്ക് സ്വീകരിക്കാൻ റമദാനിൽ ആകാശത്തിൻ്റെയും ആരാമത്തിൻ്റെയും വാതായനങ്ങൾ തുറന്നിടുകയാണ്. ഇൻക്ലൂസീവ്നെസ്സിൻ്റെ മഹത്തായ ഒരു സന്ദേശം അത് തരുന്നുണ്ട്. ആരെയും ഒഴിവാക്കരുത് എന്ന ഉൾക്കൊള്ളലിൻ്റെ സന്ദേശം. അടിമകളോട് എത്രമാത്രം കാരുണ്യമാണ് ദൈവം കാണിക്കുന്നത്. പാപമോചനത്തിന് അവസരം നൽകുകയാണ് അള്ളാഹു റമദാൻ മാസത്തിൽ. വഴിതെറ്റിയ അടിമകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണത്. കാണാതെ പോയ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ ഒരമ്മയുടെ സന്തോഷം ഓർക്കുക. ഹൃദയം നിറഞ്ഞ സ്നേഹവും കാരുണ്യവും കൊണ്ട് ആ അമ്മ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കുന്നു. ആ കുഞ്ഞിനെ എരിയുന്ന തീ കുണ്ഠാരത്തിലേക്ക് ആ അമ്മ എറിയുമെന്ന് നിങ്ങൾ കരുതുന്നുവോ? ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോട് ചോദിച്ചു. ഇല്ല, ഒരിക്കലുമില്ല, അനുചരന്മാർ ഒന്നടങ്കം മറുപടി പറഞ്ഞു. എന്നാൽ ആ അമ്മക്ക് കുട്ടിയോടുള്ളതിനേക്കാൾ അനേകം ഇരട്ടി കാരുണ്യവും കരുതലും അള്ളാഹുവിന് തൻ്റെ ദാസന്മാരോടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തെറ്റുകളും പാപങ്ങളും മനുഷ്യ സഹജമാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും പുറത്തു കൊടുക്കാൻ അള്ളാഹു സദാ സന്നദ്ധനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം കണക്കാക്കാൻ കഴിയാത്തത്ര വിശാലമാണ്. അതുകൊണ്ടാണ് പാപമോചനത്തിൻ്റെ മാസമായ റമദാനിൽ സ്വർഗീയ കവാടങ്ങളെല്ലാം തുറന്നിടുന്നത്. ഇത് നമുക്ക് തരുന്ന ഒരു പാഠമുണ്ട്. എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സിൻ്റെ കവാടങ്ങളും തുറന്നിടുക എന്നതാണത്. അതിന് ജാതിയും മതവും ആശയവ്യത്യാസങ്ങളും വിഘാതമായിക്കൂടാ. അത്തരം ഉൾക്കൊള്ളലിൻ്റെ ചേർത്തുപിടിക്കലിൻ്റെ വേദികളാണ് റമദാനിലെ ഇഫ്താറുകൾ. ഒന്നിച്ചിരുന്ന് പൊതുവിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും സ്നേഹവും സാഹോദര്യവും പങ്കുവെക്കാനും ഇത്തരം ഇഫ്താർ സംഗമങ്ങൾ ഉപകാരപ്പെടാറുണ്ട്. സമുദായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സർക്കാർ സംവിധാനങ്ങളും ഇഫ്താർ സംഗമങ്ങൾ നടത്താറുണ്ട്. ഓരോ സംഘടനയും നടത്തുന്ന ഇഫ്താറുകളിൽ എല്ലാവരെയും ക്ഷണിക്കുകയും ഉണ്ട്. എന്നാൽ ചില മുഖങ്ങൾ ചില ഇഫ്താറുകളിൽ കാണാറില്ല. ചില സംഘടനകളുടെ ഇഫ്താറിൽ ചിലരെ ക്ഷണിക്കാറുമില്ല. അഥവാ ക്ഷണിച്ചാലും ചിലർ ചില പ്രത്യേക സംഘടനകളുടെ ഇഫ്താറിൽ പങ്കെടുക്കാറില്ല. ഇവിടെ നഷ്ടപ്പെടുന്നത് ഇഫ്താറിൻ്റെ ആത്മാവാണ്. ഇത്തരം ഇഫ്താറുകൾ കൊണ്ട് എന്ത് കാര്യമാണ്? അതുകൊണ്ട് ഇഫ്താറുകൾ ജനകീയമാക്കാം. ആർക്കുനേരെയും വാതിലുകൾ കൊട്ടിയടക്കാതിരിക്കാം. റമദാനിൽ സ്വർഗീയ കവാടങ്ങൾ തുറന്നിട്ടതുപോലെ നമ്മുടെ മനസ്സിൻ്റെ വാതായനങ്ങളും നമുക്ക് എല്ലാവർക്കും വേണ്ടി തുറന്നിടാം.